ആരാധന നിങ്ങൾ എന്തെങ്കിലും പറ, അപ്പൊ എനിക്ക് എന്തെങ്കിലും പറയാൻ കിട്ടും. അതേ പിടിച്ച് തൂങ്ങാലോ. ഇവൻ ഈ ഏരിയ അതുകൊണ്ട് ജുബയിട്ട് ഇറങ്ങിയേക്ക ഇലക്ഷന് സാധ്യതയുണ്ട് അല്ലേ? നിങ്ങളോട് ആരാ ജുബയിട്ട് ഇലക്ഷൻ നിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞ്? കലാഭവനിലുള്ള മിമിക്രിക്കാരൊക്കെ പണ്ടോട്ടെ ജുബയിടാറ് കാരണം ഇട്ടുകൊടുത്ത്. ഞാൻ ഈ സിനിമയിലില്ല. ആദ്യത്തെ വിശേഷം. പക്ഷേ ഞാൻ ഇവിടെ വേണ്ടവനാണ്. കാരണം നാദർശയ്ക്ക് ഇല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല. എന്നെ കൈപിടിച്ച് മിനി സ്ക്രീനിലേക്ക് കൊണ്ടുവരികയും ഒട്ടകത്തിന് ഇടം കൊടുക്കുന്ന പോലെ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങൂല. സ്റ്റേജിൽ നിന്നാണെങ്കിലും സിനിമയിൽ നിന്നാണെങ്കിലും മിനി സ്ക്രീനിൽ നിന്നാണെങ്കിലും ഞാൻ ഇറങ്ങിയിട്ടില്ല. ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ എത്രാമത്തെ സിനിമയാണത്? ഏഴാമത്തെ സിനിമയാണ്. ഇപ്പോഴും ഒരു ഉളുപ്പില്ല. ഒറ്റ പടത്തിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാലും എന്നെ വിളിക്കും. നേരെ ഷാജിയിലൊരു സീൻ തന്ന് ഞാനും ജാഫർക്കും കൂടി ഉള്ളത്. പക്ഷേ ഇവിടെ ഞാൻ കട്ടാക്കണ്ട, അത് കട്ടാക്കിക്കോളാൻ വേണ്ടട്ടാ. അപ്പോൾ പക്ഷെ ഞാൻ നാദർശിക്ക വിളിക്കുന്നതിൻ്റെ വിളിപ്പുറത്തായിരിക്കും. കാരണം ഈശോ എന്ന് പറഞ്ഞൊരു പടത്തിന് ആവശ്യം വന്നപ്പോഴും ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ജയസൂര്യക്ക് വേണ്ടിയിട്ട് കൂടി അതേ എത്തി. അപ്പോൾ വളരെ സന്തോഷം തോന്നുന്നത് മറ്റൊന്നുമല്ല. അഷറഫ് ബിലാക്കൽ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹം 8 സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഞങ്ങളെപ്പോലുള്ള കലാഭവമണി നായകനാക്കിയിട്ടാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. പലരും പിന്നോക്കം പോയപ്പോൾ അദ്ദേഹം പണിയെടുത്ത വേർത്ത കാശ് കൊണ്ട് കലാഭവമണിയാണ് അല്ലേ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൽ താങ്കളോട് കടപ്പാടുണ്ട്. ഞങ്ങളുടെ സഹോദരന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സിനിമകളാണ്. ഇനി ഞാനിവിടെ വന്നതിൻ്റെ പ്രൊമോഷൻ ഞാൻ ഒന്നുകൂടി നടത്തും. കാരണം ഈ പടം കാരണം നമ്മുടെ ഒരു പടം മാറ്റി വെച്ചിട്ടുണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെയും അശോകൻ ചേട്ടൻ്റെയും കൂടെയുള്ള ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞ പടം ഈ പടം കാരനോട് മാറ്റിയാൽ ഞങ്ങളുടെ മാർക്കറ്റിംഗ് നടത്തണമല്ലോ, അത് നടക്കട്ടെ. പിന്നെ കൈലാഷിനോടൊപ്പമുള്ള പെരുങ്കളിയാട്ടം എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ പടവും അത് മാറ്റിവെച്ചതല്ല, അതിൻ്റെ കൂടി മാർക്കറ്റിംഗ് നടത്തിയെന്നുള്ളൂ. ജയരാജ് സാറിൻ്റെ പടമാണ്. അതിനെ ഇത്രയും പേര് പല പടങ്ങൾക്കും എന്നെ കാണാൻ വരാറില്ല. ഇത്രയും പേര് കണ്ടാൽ നമ്മുടെ പടമൊക്കെ വിജയിക്കും. അപ്പോൾ ഈ സാന്നിധ്യം എല്ലാ പടത്തിലും വേണമെന്ന് അപേക്ഷിക്കുന്നു. ഓവർ ടു എന്താ പറയേണ്ടത്, പിന്നെ ഏത് രീതിയിൽ അഭിസംബോധന ചെയ്യേണ്ടത്? വിശാരടി. നന്ദി ടിനിച്ചേട്ടാ. ടിനിച്ചേട്ടൻ പറഞ്ഞതിൻ്റെ തുടർച്ച എന്നോണം ഞാൻ അമരപ്പൻ ആൻ്റണിയിൽ നല്ലവനായ ഉണ്ണി കഴിഞ്ഞ് ബാക്കി 6 പടത്തിൽ ഞാനും ഇല്ല. പക്ഷേ ആ പടം തൊട്ട് ഈ പടം വരെയുള്ള എല്ലാ പടത്തിൻ്റെയും എല്ലാ ചടങ്ങുകൾക്കും നാദർശക്ക് വിളിക്കാറുണ്ട്. ഞാനിപ്പോൾ പെട്ടെന്ന് ഈ ജയസൂര്യ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഒരു കാര്യം ഓർത്തു. അദ്ദേഹം എന്തുമാത്രം ഓർക്കുന്നുണ്ടെന്നറിയില്ല. കുറച്ചധികം നാളുകൾക്ക് മുമ്പ് ദേമാവലി കുമ്പത്ത് എന്ന് പറയുന്ന ഓഡിയോ കാസറ്റിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞ് രാത്രി റിയാൻ സ്റ്റുഡിയോയിൽ നിന്ന്, ഞാനന്ന് കടവന്ത്രയിൽ ട്രിവാൻഡ്രം ഓടിച്ചിൽ 3-4 മ്യൂസിക്കാർ താമസിക്കണ്ടല്ലോ, അതുപോലൊരു ഹോട്ടലിൽ താമസിക്കുകയാണ്. ഒരു വൈൻ റെഡ് കളർ ചെറിയ ഓൾട്ടോ കാർ ജയസൂര്യ കൊണ്ട്, ജയസൂര്യ സിനിമയിലായിട്ടുണ്ട് അന്ന്, എന്നാലും എറണാകുളത്ത് നഗരത്തിൽ ഓടിക്കുന്ന കുഞ്ഞിക്കാർ, അതിൽ എന്നെ അവിടെ കൊണ്ട് ഇറക്കാമെന്ന് പറഞ്ഞ് റിയാനിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ സംസാരിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഉൾപ്പെടുന്ന ഒരു കാലത്ത് ഈ മോട്ടിവേഷൻകാർ ഇപ്പോഴത്തെ അത്ര ഇല്ല. മോട്ടിവേഷൻ എന്നുള്ള വാക്ക് തന്നെ അത്ര കേട്ടിട്ടില്ല. ഇന്നാണ് ഈ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന മോട്ടിവേഷൻ വന്നത്. അന്ന് അർഹിക്കാത്തത് ആഗ്രഹിക്കരുതെന്ന് പറയുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ പോകുമായിരുന്നു. അപ്പോൾ എൻ്റെയൊക്കെ ഉപബോധ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലാത്ത എന്തോ ആണ് സിനിമ എന്നൊരു വലിയ കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. അത് ആഗ്രഹിക്കാൻ പാടില്ല, നമുക്ക് അർഹിക്കാത്തതാണ്, അത് വേറൊരു സ്ഥലമാണെന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ലക്ഷറി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ദേമാവേലി കുമ്പത്ത് എന്ന് പറയുന്ന നാദർശക്കയുടെ കാസറ്റിൻ്റെ കവറിൽ പടം വരിക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് മിമിക്രിയിലേക്ക് വരുന്നതും ശ്രമിക്കുന്നതുമെല്ലാം. പക്ഷേ പിന്നീട് സിനിമയിൽ വന്നു, സിനിമയിൽ സൗഹൃദങ്ങൾ ഉണ്ടായിപ്പോൾ ഈ കാണുന്ന എല്ലാവരുമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും വിഷ്ണു, നാദർശക്കയോ ഞാനോ ടിനിച്ചേട്ടനോ ഈവൻ ജയനോ ഒക്കെ നമ്മൾ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി അതൊരു സിനിമയാക്കി എടുക്കുന്ന ഒരു സ്ഥലം വരുമ്പോൾ ചിലപ്പോൾ സിനിമയിൽ ഒരു അനാഥത്വം ഫീൽ ചെയ്യും ഞങ്ങളുടെ ഒരു ബാച്ചിനൊക്കെ. പക്ഷേ എങ്ങനെയോ വീണ്ടും കഠിനാധ്വാനത്തിൻ്റെ ഫലമായി വീണ്ടും 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 ശ്രമിക്കുകയും മുന്നിലേക്ക് വരികയൊക്കെ ചെയ്യും. അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ് വിഷ്ണു. വിഷ്ണുവിൻ്റെയൊക്കെ വളരെ തുടക്കം തൊട്ട് നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി പാടുപെടുന്നതും എഴുതിയും ചെറിയ വേഷം അഭിനയിച്ചും ബാലതാരമായി അഭിനയിച്ചും പിന്നീടുമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളതാണ്. എന്തായാലും ഈ വിഷ്ണുവിൻ്റെ സമയം തെളിഞ്ഞു തുടങ്ങിയെന്ന് വേണം അനുമാനിക്കാൻ. ഞാനിന്ന് രാവിലെ എണീറ്റ് വെറുതെ ഫോൺ ഓണാക്കി റീല് തട്ടിയപ്പോൾ തന്നെ ഒരു പെങ്കൊച്ചു വന്നിട്ട് വിഷ്ണുവേട്ടാ വാ എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം ഇവനെ വിളിക്കുന്നുണ്ട്. ഇൻ്റർനെറ്റ് ആൾക്കാരും എല്ലാം കൂടെ. വീണ്ടും നാദർശക്കയുടെ 7ാമത്തെ പടം നിർമ്മാതാവിനെ കുറിച്ച് ഇവിടെ പലതവണ പറഞ്ഞു. അദ്ദേഹം സിനിമയുടെ പല മേഖലകളിൽ പണിയെടുത്തിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞു.
അങ്ങനെ ഒരുപാട് പേര് അധ്വാനിച്ചിട്ടുണ്ട്. ഒപ്പം ഇതിൻ്റെ ഒരു ക്രെഡിറ്റിൻ്റെ കാർഡ് നോക്കിയാൽ സുജിത്തേട്ടൻ ഉൾപ്പെടെ എല്ലാ മേഖലയിലും വളരെ വിദഗ്ധരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ടെക്നീഷ്യന്മാർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. ചെറിയ പടമാണ്, നർമ്മമുള്ള പടമാണ്, ഒരു എൻ്റർടൈനർ ആയിരിക്കും. ഇതിനൊരു അക്കാഡമിക് ലെവലിൽ സമീപിക്കണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷേ നമുക്ക് വളരെ ചിരിച്ച് രസിച്ച് കണ്ടിരിക്കാവുന്ന ഒരു പടമായിരിക്കും എന്ന ബോധ്യം, ഒരു വിശ്വാസവും എനിക്കുണ്ട്. ഇത് അത്തരത്തിലാകട്ടെ, ഏറ്റവും ഗംഭീരമായി തീരട്ടെ, ഈ സിനിമ വലിയ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഞാൻ പേടിച്ചിട്ടാണ് ഇവൻ പുതിയ പടം തുടങ്ങിയത്. എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കും. എല്ലാ പടത്തിലും അവൻ്റെ എല്ലോടി കാറുണ്ട്. അതുകൊണ്ട് ബോൺ ആർട്ടിസ്റ്റിനെ വിളിക്കണവനെ എല്ലോടി എന്നുണ്ട്. പക്ഷെ ഈ പടത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെയാണ് അവൻ ഇതിൽ അഭിനയിച്ചത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ട്? അദ്ദേഹത്തിൻ്റെ അതായത് ഫിസിക്കലായിട്ടുള്ള അധികം ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ഇടിയും വഴക്കും ഒക്കെയാ അറിയില്ല. അവൻ എന്തെങ്കിലും മാനസികമായ പരിക്ക് പറ്റിയിട്ടുണ്ടോ നമുക്കറിയത്തില്ലോ. പുറത്ത് കാണാനല്ലേ ഇല്ലാത്തുള്ളൂ. ഉണ്ടാവുമായിരിക്കും. അല്ല, എപ്പോഴും ഏതെങ്കിലും പടത്തിൽ പോയാലും എന്തെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നമ്മുടെ മമ്മൂക്കയുടെ ഒരു പടത്തിന്റെ ലൊക്കേഷനിൽ ഇവൻ വന്ന് വീണിട്ട് കൈ ഒടിഞ്ഞിട്ട് മമ്മൂക്ക ഹോസ്പിറ്റലിൽ ഇവനെ കാണാൻ പോകുമ്പോഴൊക്കെ ഞാൻ പോയിട്ടൊക്കെ ഉണ്ട്, കണ്ടിട്ടൊക്കെ ഉണ്ട്. അത് സ്ഥിരമുണ്ട്. ഇവന് കയ്യിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പൊള്ളിച്ചിട്ടുണ്ട്. ഒരു പടത്തിന് അതുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ഒരു പോറൽ പോലും ആയിട്ടില്ല. ഈ കൊച്ചിനാരെ വിളിച്ചത് തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ പോലെ ഇതിൽ പറഞ്ഞ പോലെയാണ്. ടൈമിങ് ഒട്ടുമില്ലാത്താണ്. ഞങ്ങള് വേറെ സാധനം ഒപ്പിച്ചത്. എന്നാടാ ജാഫർ കെയും ബോബി എത്തി. നമുക്ക് ഇറങ്ങാൻ തോന്നുന്നു. ഇറങ്ങാം. ഈ പോസ്റ്റർ ഞാനുമായിട്ട് മാച്ചാണ്. ഒന്നുകൂടെ ഇട്ട് ആ വെള്ള പോസ്റ്റർ പെട്ടെന്ന് ഇടാൻ പറ്റുമോ അതോ ഓടിക്കൊണ്ടിരിക്കുകയാണോ? ഞാനിപ്പോഴും ശ്രദ്ധിച്ചു. നന്നായി, വേണ്ട പോട്ടെ. അപ്പം എല്ലാവരും പറ്റുന്ന പോലെയൊക്കെ ഈ ചിത്രത്തിന്റെ കാണുക. വിഷ്ണു, നാദർശക എല്ലാവരും വളരെ വേണ്ടപ്പെട്ട ആൾക്കാരും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെയാണ്. എല്ലാവിധ നന്മകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. ഒരുപാട് സന്തോഷം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പവർ ബാങ്ക് കൊണ്ട് പറഞ്ഞ് ഇനാഗ്രേറ്റ് ചെയ്യണത്. നീ എന്തൊരു കള്ളനാടാ ഇവിടെ കൊണ്ടുവന്നത്. പ്രസ് ചെയ്താൽ മതി എന്ന്. കാരണം അതൊരു ടൈമിങ് അവിടെ ഉണ്ട്. ഞാൻ വിചാരിച്ചത് ഇത് വെച്ചിട്ട് എങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ആദ്യം തന്നെ നാഷിക അതിഗംഭീരമായിട്ടുള്ള ട്രെയിലർ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അറിയാലോ, ഒരു ട്രെയിലർ നമ്മൾ വീട്ടിലിരുന്ന് കാണുമ്പോഴത്തേക്കും നമുക്കറിയാം ഇത് ഓടില്ലേ എന്നൊക്കെ നമുക്ക് ഉള്ളിൽ ഉണ്ടാവുമല്ലോ. സ്നേഹം കാര്യങ്ങളൊക്കെ അത് വേറെ. പക്ഷേ എന്ന് പറഞ്ഞതുപോലെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കാണാൻ തോന്നുന്നൊരു സിനിമയാണ്. സന്തോഷം. താങ്ക് യു. എത്രയോ കൊല്ലമായിട്ട് എനിക്ക് നാദർഷിക എന്ന് പറയുന്നത്, ഞാൻ ഫ്ലാഷ് ബാക്ക് ഒന്നും പറയുന്നില്ല, കാരണം ഒരുപാട് ഇതുപോലെ ചാനലുകളിലും ഇതുപോലത്തെ വേദികളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഗുരുതുല്യനായിട്ടുള്ള വ്യക്തിയാണ്. സിനിമ മിമിക്രി എന്നൊക്കെ പറയുന്ന സ്വപ്നം കണ്ട് നടക്കുന്ന സമയത്ത് എനിക്ക് അവസരങ്ങൾ തന്നിട്ടുള്ള മനുഷ്യനാണ്. ആ വ്യക്തി അമർ അക്ബർ ആന്റണിയായിട്ട് എൻ്റെ അടുത്ത് വന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. ഇക്കടെ യാത്രയിൽ ഞാനും ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം ഈശോ എന്ന് പറയുന്ന സിനിമയും ഇദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ പറ്റി. നാദർഷികയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജനങ്ങളുടെ പൾസ് അറിയാവുന്ന, റിതം അറിയാവുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏത് പടം ചെയ്താലും ഏത് മ്യൂസിക് ചെയ്താലും അത് ജനങ്ങൾ ഏറ്റുപാടുന്ന പാട്ടുകളായിട്ട് മാറാറുണ്ട്. ഇതിലെ പാട്ടുകളും തീർച്ചയായിട്ടും ജനങ്ങളുടെ പ്ലേ ലിസ്റ്റിലുണ്ടാവും, മനസ്സിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒരുപാട് ഓർമ്മകൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും എനിക്കുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് അശോകമായിട്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഊമപ്പണിൻ ഉരിയാട പയ്യൻ എന്ന് പറയുന്ന പടത്തിൽ എൻ്റെ വലങ്കൈയായിട്ടുള്ള കഥാപാത്രം ചെയ്ത ഒരു വ്യക്തിയാണ്. അതിനുശേഷം ഒരുപാട് സിനിമകൾ സുജിത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ മിനി സ്ക്രീനിൽ നിന്നും സുജിത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അൺബിലീവബിൾ ആയിട്ടുള്ളൊരു വളർച്ചയാണ്. കാരണം ഒരു DOPക്ക് എന്തെല്ലാം അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. ഈ ലൂസിഫർ ആണെങ്കിലും എമ്പുരാനാണെങ്കിലും എല്ലാ ചിത്രങ്ങളിലും അവൻ്റെ ഒരു കയ്യൊപ്പ് എപ്പോഴും ഉണ്ടാവും സുജിത്ത്. ഇനി ഒരുപാട് സിനിമകളും കൂടി സംവിധാനം ചെയ്തിട്ടുള്ള DOP ആയി മാറട്ടെ എന്നുള്ളതും ആശംസിക്കുന്നു. ഈ ഒരു നിമിഷം തന്നതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഒപ്പം ഇതിൻ്റെ 100ാം ദിവസത്തെ ആഘോഷം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാനുള്ള വിഷ്ണു അമർ അക്ബർ ആന്റണി എന്ന് പറഞ്ഞ പടത്തിന്റെ റൈറ്റർ ആയിരുന്നു വിഷ്ണു. ഇവർ രണ്ടുപേരും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും ഹിറ്റുകൾ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ ആണെങ്കിലും ഇതിലേക്ക് അടുത്ത ഹിറ്റിന് എല്ലാവിധ ആശംസകളും കേട്ടോ. ചന്ദ്രനിലേക്ക് ആദ്യമായിട്ട് ഒരു ജീവനുള്ള ഒരു പട്ടിയാണ് പോയത്. അതിൻ്റെ പേര് ലൈക്ക എന്നാണ്. ലൈക്ക തിരിച്ച് മണ്ണിൽ വന്നിറങ്ങിയപ്പോൾ BBC-യുടെയോ അതുപോലുള്ള ഏതോ ഒരു പത്രത്തിൻ്റെ ആളുകളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു, ലൈക്ക ചന്ദ്രനിൽ പോയിട്ട് തിരിച്ചു വന്നതിനെ കുറിച്ച്. അപ്പോൾ ബ്രിട്ടൻകാരൊക്കെ പറഞ്ഞു ശാസ്ത്രത്തിൻ്റെ അപൂർവമായ വളർച്ചയാണ്.
അമേരിക്കക്കാരും അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ ലോകത്തെ എല്ലാവരുടെയും കമൻറ്റ് ചോദിച്ച് ഇന്ത്യയിൽ ചോദിക്കാൻ വന്നത് കേരളത്തിലായിരുന്നു. കേരളത്തിലെ ആൾക്കാരോട് ഈ ലേക്ക ചന്ദ്രനിൽ പോയിട്ട് വന്നതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ പൊക്കി വിടാൻ ആളുണ്ടെങ്കിൽ ഏത് പട്ടിക്കും ചന്ദ്രന് പോയി തിരിച്ചു വരാമെന്നാണ് മലയാളി പറഞ്ഞത്. എന്നെ നാദൃഷ വിളിക്കുമ്പോൾ എന്നെ ഒഴിവാക്കൂ നാദൃഷ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് എന്താ പറയുക, അഭിനയം എന്നൊക്കെ പറഞ്ഞ ക്യാമറയുടെ ഫ്രണ്ട് നിൽക്കുക. ഇപ്പോൾ 720 എപ്പിസോഡ് ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓരോ കഥ പറയാനിരിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും കാലിങ്ങനെ വിറച്ചോണ്ടേ ഇരിക്കും, ഇതെങ്ങനെയെങ്കിലും പണ്ടാരം തീർന്നാൽ മതി. അത്രയും പേടിയുള്ള ആളാണ്. പലരും പറയാറുണ്ട് സംവിധാനത്തിനേക്കാൾ എളുപ്പം അഭിനയമാണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്നാലും നാദൃഷയുടെ വഴക്ക് കേൾക്കാതെ, സുജിത്തിൻ്റെ വഴക്ക് കേൾക്കാതെ എന്തായാലും മനീഷയുമായിട്ട് ആ സീൻ നന്നായിട്ട് ചെയ്തു. ഞാൻ ഈ യാദൃശ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു പോയൊരു വാക്കാണ്, അല്ലാതെ ഞാൻ പ്രിപ്പയർഡായി പോയി പറഞ്ഞതല്ല. പക്ഷെ അത് എവിടെയൊക്കെയോ കയറിക്കൊണ്ടു. എനിക്ക് നാദൃഷയോളം തന്നെ ബഹുമാനം തോന്നിയത് അതിൻ്റെ പ്രൊഡ്യൂസറെയാണ്. 7 പടം പൊളിഞ്ഞു പോയിട്ട് 8ാമതൊരു പടം നാദൃഷ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ അവിടെ സെറ്റിൽ പോയിട്ട് രാവിലെ ചെന്നിട്ട് എനിക്ക് വൈകുന്നേരം ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ മലമുകളിൽ ഉത്സവമൊക്കെ എടുക്കായിരുന്നു. ഞാനൊരു കാരവാൻ വിരോധിയാണ്. പക്ഷേ എന്നെ കൊണ്ടൊന്ന് കാരവാനിലായിരുന്നു. ഞാൻ അവിടെ എൻ്റെ പരിചിതരായ ആൾക്കാരോടൊക്കെ ചോദിച്ചു. എൻ്റെ സിനിമ സംവിധാനം ചെയ്തപ്പോൾ കലാസംവിധായകൻ ഷിജി പട്ടണമായിരുന്നു. ഷിജി അടക്കമുള്ളവരോട് ഞാൻ സംസാരിച്ചപ്പോൾ അറിയുന്നത് 10 ദിവസത്തെ ബാറ്റ അദ്ദേഹം മുൻകൂട്ടി കൊടുക്കണം. എങ്ങനെ ബാറ്റ കൊടുക്കാതിരിക്കാം, എങ്ങനെ ആളുകളെ അഭിനയിച്ചവരെയൊക്കെ പറ്റിക്കാമെന്ന് വിചാരിക്കുന്ന നാട്ടിൽ 10 ദിവസത്തെ ബാറ്റ മുൻകൂട്ടി കൊടുക്കുന്ന ഒരു നിർമ്മാതാവ് എന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഞാൻ മടങ്ങാൻ നേരത്തെ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ക്രൂവിലുള്ള മുഴുവൻ പേരുടെയും പ്രാർത്ഥന താങ്കൾക്കുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ എന്നോട് നാദൃഷ പെരുമാറിയ രീതി, നാദൃഷ ഒരു സകലകല വല്ലഭന്. ഞാൻ ഡബ്ബിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ നാദൃഷ എന്നോട് കാണിച്ചത്, ഞാനൊരു 1000 പേരല്ല പോട്ടെ, ഒരു 100 പേരോട് എന്തായാലും പറഞ്ഞു. നാദൃഷ എന്നോട് കാണിച്ച ബഹുമാനം. പിന്നെ നാദൃഷയെ എനിക്ക് വലിയ വിശ്വാസവും അല്ലെങ്കിൽ വലിയ സ്നേഹമുള്ള എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സുഹൃത്ത് എങ്ങനെ ആയിരിക്കണമെന്ന് ഈ നാട്ടിൽ മലയാളിയെ പഠിപ്പിച്ച ആളാണ് നാദൃഷ. ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ വഞ്ചിക്കാതെ, ചതിക്കാതെ, സ്വന്തം ലാഭനഷ്ടങ്ങൾ നോക്കാതെ വില്ലൻ്റെ റോളിൽ നിർത്തിയപ്പോൾ പോലും ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ നിൽക്കുമെന്ന് ശപഥമെടുത്ത നാദൃഷ. ഇവിടെ കണ്ട ട്രെയിലർ കാണുമ്പോൾ ഞാൻ നാദൃഷയോട് ചോദിക്കായിരുന്നു, ഈ ഡാൻസ് കമ്പോസ് ചെയ്തായിരുന്നു ബൃന്ദയാണ്. നല്ല പരിചയമുള്ള ആളാണ് ബൃന്ദ. സുജിത്തിൻ്റെ ഫ്രെയിമുകളൊക്കെ കണ്ടപ്പോൾ നല്ല കളർഫുള്ളായി എടുത്തു വച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സിനിമ വലിയ വിജയമാണ്. അറിയാതെ പോയി പെട്ട് ഞാൻ അഭിനയിച്ചതാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം റോഡിൽ ഇറങ്ങാൻ നിർത്തിയില്ല. കാരണം തട്ടുദോശ തിന്നുന്ന 10 രൂപയ്ക്ക് കപ്പലിൻ്റെ വാങ്ങിച്ച് തിന്നുന്ന ആളാണ് ഞാൻ. ഈ കപ്പലിൻ്റെ ഉപ്പിട്ട് വറുക്കുന്ന കപ്പലിൻ്റെ റോഡി വാങ്ങിച്ച് തിന്നുകൊണ്ട് ഞാനും ഭാര്യയും കൂടെ നടക്കും. ഇപ്പം സത്യം പറഞ്ഞാൽ കപ്പലിൻ്റെയും വാങ്ങിക്കാൻ നിർത്തിയില്ല, ഈ തട്ടുദോശയും തിന്നാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഏതാണ്ട് മമ്മൂക്കയുടെ ലെവലിൽ നിൽക്കുക. എനിക്ക് സന്തോഷമുണ്ട്. ഈ പടത്തിൽ അഭിനയിച്ചത് അറിഞ്ഞിട്ട് ബേസിൽ നിർമ്മിക്കുന്ന അതിരടി എന്ന് പറഞ്ഞ പടത്തിൽ, ബേസിലും ടൊവിനോയും വിനീത് ശ്രീനിവാസനും അഭിനയിക്കുന്ന പടത്തിൽ ഈ ബേസിൽ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു അധ്യാപകനായിട്ട് പടം തുടങ്ങി തീരുന്നത് വരെ അയാളെ ചീത്ത വിളിക്കുന്ന ഒരു അധ്യാപകൻ്റെ വേഷം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ചിലപ്പോൾ നാദൃഷയുടെ, ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന സുഹൃതം അടക്കം, പുറപ്പാടടക്കം, എഴുന്നള്ളത്ത് അടക്കം, സ്വയംവര പന്തലടക്കം ഞാൻ അഭിനയിച്ച അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന എല്ലാ സിനിമയിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഫില്ല് ചെയ്യാൻ വേണ്ടി സൈക്കിൾ ചവിട്ടുക, ഇന്നസെൻ്റ് കായലിൽ ചാടിയപ്പോൾ കൂടെ ചാടുക, അങ്ങനെയുള്ള കുറേ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ നാദൃഷ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ ഒരു വല്ലാത്ത തലത്തിലാണ്. ഒരു കൈ നോക്കാൻ ഞാനും മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആവുകയാണ്. എന്തായാലും ഈ സിനിമ വലിയ വിജയമാകട്ടെ എന്ന് ഞാൻ ദൈവങ്ങളോട് വിശ്വാസം ഇല്ലാത്ത ഒരാളാണ്. കാരണം ദൈവങ്ങൾക്ക് കണ്ണും കാലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഈ കേരളത്തിൽ നടക്കില്ല. എന്നാലും ഞാൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തോട് പറയുന്നു, ഈ സിനിമ ഒരു വലിയ വിജയമാക്കി നമ്മുടെ നിർമ്മാതാവിനും നാദൃഷയ്ക്കും വലിയ പേരുണ്ടാക്കി കൊടുക്കട്ടെ. ഒരു പുതിയ കുട്ടിയാണ് നായിക, എല്ലാം കൊണ്ട്. പിന്നെ വിഷ്ണുവാണ്. വിഷ്ണുവിനെ പറ്റി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ കരുണാകരൻ, കേരള രാഷ്ട്രീയത്തിൽ 40 വർഷം കരുണാകരൻ എന്ത് കേരളത്തിന് നൽകി, എന്ത് കരുണാകരന് കേരളം നൽകി എന്നുള്ളൊരു സിനിമയ്ക്ക് വേണ്ടി എല്ലാം ആയി വന്നതാണ്. അതിൽ രാജൻ, ഈശ്വരവാര്യയുടെ മകൻ രാജൻ്റെ വേഷം വിഷ്ണു ഉണ്ണികൃഷ്ണനെ കൊണ്ട് ചെയ്യിക്കണമെന്ന് മനസ്സിൽ കരുതിയാണ്. പ്രോജക്റ്റ് നടന്നില്ല. എനിക്ക് വിഷ്ണുവിന് എന്തോ ഒരു ഇഷ്ടമാണ്. ഈ കട്ടപ്പന കണ്ടത് മുതലേ
നമ്മൾ ഈ ദിലീപിനെയൊക്കെ കാണുമ്പോൾ അടുത്ത വീട്ടിലൊരു പയ്യനെ പോലെ, അടുത്ത വീട്ടിലൊരു ചെറുപ്പക്കാരനെ പോലെ വിഷുവിനെ എനിക്കിഷ്ടമാണ്. വലിയ വിജയമാവട്ടെ. ഈ സന്ധ്യയ്ക്ക് ഒരു ഗസ്റ്റ് വേഷം ചെയ്ത് എന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ വരാൻ ക്ഷണിച്ച വലിയ മനസ്സുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരുപാട് സന്തോഷം ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയാൽ. ബാക്കി ഞാൻ പറയും. വളരെയധികം സന്തോഷം. ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണ്. കാരണം എനിക്ക് ഈ സിനിമ കിട്ടിയതിൽ ഇന്ത്യൻ റെയിൽവേയും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എറണാകുളത്ത് നിന്ന് ഡബ്ബ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോഴാണ് എനിക്ക് ഫോണിലൊരു കോൾ വരുന്നത്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് അന്ന് ഈ മറ്റേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വാർ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഈ അനോണിമസ് കോൾ വന്നു കഴിഞ്ഞാൽ എടുക്കരുതെന്നൊക്കെ വന്നു. അപ്പോഴത്തേക്കും ട്രൂ കോളർ ഇങ്ങനെ കോൾ വന്നപ്പോഴത്തേക്കും ഒരു അവസാനം കുറേ 5-0. ഞാൻ പേടിച്ചു പോയി. ഞാൻ എടുത്തില്ല. ഞാൻ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞാൽ ഇതുപോലെ കോൾ വന്നു പറഞ്ഞാൽ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ എടുത്തില്ല, മനഃപൂർവ്വം എടുത്തില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ട്രൂ കോളർ നോക്കിയപ്പം നാദിർഷാ ഡയറക്ടർ എന്ന് വന്നു. അപ്പം ഞാൻ പിന്നെ തിരിച്ചു വിളിച്ചപ്പോഴാണ് ഇക്ക പറഞ്ഞത്. അപ്പം ഏകദേശം കോട്ടയം കണ്ടെത്തി 5 മിനിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കോട്ടയത്തിരുന്ന് റെയിൽവേ സ്റ്റേഷനിലിരുന്നാണ് ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ ഇക്ക എൻ്റെ അടുത്ത് കഥ പറയുന്നതും വിഷ്ണു ചേട്ടൻ്റെ കൂടെ കോമ്പിനേഷനാണെന്ന് പറയുന്നതും അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട് എനിക്ക് കട്ടപ്പന തൊട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കോംബോയാണ് അവരുടേത്. അപ്പം ആ ഒരു സിനിമയിൽ ഭാഗമാകാൻ കഴിഞ്ഞു. വളരെയധികം സന്തോഷം. എന്നോടൊപ്പം വർക്ക് ചെയ്ത എല്ലാവർക്കും, വിഷ്ണു ചേട്ടൻ, പിന്നെ അഷ്റഫ് ഖാ, അദ്ദേഹത്തിനെ കുറിച്ച് പറയും. സെറ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് സാധാരണ ഒരു സെറ്റിൽ നിന്നും പോകുമ്പോൾ അവിടെ പണിയെടുത്തവരായാലും പോകുമ്പോൾ പോലും ഭയങ്കര വിഷമമായിരിക്കും ചിലപ്പോഴൊക്കെ. അതായത് സാമ്പത്തികമായിട്ടും നഷ്ടങ്ങളൊക്കെ ആയിരിക്കും. ബാറ്റയൊന്നും കിട്ടാതെ വരിക, നമ്മളെ പേയ്മെൻറ്റൊക്കെ കിട്ടാതെ വരിക, അങ്ങനെയൊക്കെ വിഷമിച്ചായിരിക്കും. ഞങ്ങളും ഈ സെറ്റിൽ നിന്നും വിഷമിച്ച് തന്നെയാണ് പോയത്. പക്ഷേ അത് സാമ്പത്തികവും അങ്ങനെയൊന്നുമല്ല, ഇവിടെ നിന്ന് പോകണമല്ലോ എന്നുള്ളൊരു ചിന്ത കൊണ്ട് മാത്രമായിരുന്നു. കാരണം അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു ടീം തന്നെയായിരുന്നു ഇത്. അപ്പം അതിൽ വളരെയധികം സന്തോഷം ഞങ്ങളെ ഉൾപ്പെടുത്തിയതിൽ. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം, പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു.